പരിഹാസം, വിമർശനങ്ങൾ, മടങ്ങിവരവ് രാജകീയമാക്കി തമിഴ് ബോക്സ് ഓഫീസും വിജയ് സേതുപതിയും. ഇനി കാത്തിരിക്കുന്നത് വന്നതിനേക്കാൾ പ്രതീക്ഷയുള്ള പടങ്ങൾ. പ്രത്യേകിച്ച് യാതൊരു അനക്കവുമില്ലാതിരുന്ന തമിഴ് ബോക്സ് ഓഫീസ് 6 മാസങ്ങൾക്കിപ്പുറം തിരിച്ചുവരവിന്റെ പാതയിലാണ്. 2024 ഏപ്രിൽ വരെ തമിഴ് സിനിമാ വ്യവസായത്തിന് അത്ര നല്ല കാലമൊന്നുമായിരുന്നില്ല. ജനുവരി മാസത്തിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ മില്ലർ, അയലാൻ എന്നീ ചിത്രങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും ചലനമുണ്ടാക്കിയത്. പിന്നീട് ബോക്സ് ഓഫീസിൽ ഒരനക്കം വന്നത് മലയാളത്തിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സ് റിലീസിനെത്തിയപ്പോഴാണ്. എല്ലാവരെയും ഞെട്ടിച്ച് ഒരു മലയാള സിനിമ തമിഴ്നാട് കീഴടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എന്നാൽ അതൊരു വൺ ടൈം വണ്ടർ മാത്രമായിരുന്നു. ശേഷം നല്ല അഭിപ്രായങ്ങളോടെ വന്ന മലയാളം സിനിമകൾക്കൊന്നും അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായില്ല. പിന്നീട് കുറച്ചു മാസം തമിഴ് ബോക്സ് ഓഫീസ് കണ്ടത് പണ്ടത്തെ ഹിറ്റ് പടങ്ങളുടെ റീ റിലീസുകളാണ്. ഗില്ലി മുതൽ ഗജനി വരെ അത് നീണ്ടുകിടന്നു. എന്നാൽ റീ റിലീസുകളിൽ നേട്ടം കൊയ്തത് വിജയുടെ ഗില്ലി മാത്രമാണ്. അതിനിടയിൽ സാക്ഷാൽ രജനീകാന്തും ഒരു കൈ ശ്രമിച്ചുവെങ്കിലും സൂപ്പർ സ്റ്റാറിന് പോലും ഒന്നും ചെയ്യാനായില്ല. അങ്ങനെയിരിക്കെ മരുഭൂമിയിലെ മഴ എന്ന പോലെ ഏപ്രിൽ മാസത്തിൽ അരൺമനെ 4 റിലീസിനെത്തുന്നത്. പടം ജനങ്ങൾ ഏറ്റെടുത്തതോടെ തമിഴ് ബോക്സ് ഓഫീസിന് അല്പം ചലനമുണ്ടാവുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി അരൺമനെ 4 മാറുന്നു. സൂരി അഭിനയിച്ച് മെയ് അവസാനത്തിൽ ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തപ്പോൾ തമിഴ് സിനിമാ ലോകം പ്രതീക്ഷയുടെ കപ്പൽ കയറി. ആ പ്രതീക്ഷയിലേക്കാണ് ബൂസ്റ്റർ ഡോസുമായി വിജയ് സേതുപതിയുടെ വരവ്. കുരങ്ങ് ബൊമ്മൈ എന്ന സിനിമയ്ക്ക് ശേഷം 7 വർഷങ്ങൾക്കിപ്പുറം നിതിലൻ സ്വാമിനാഥൻ എന്ന സംവിധായകൻ മഹാരാജയുമായി വന്നപ്പോൾ പ്രേക്ഷകർക്ക് തിരികെ ലഭിച്ചത് സേതുപതി എന്ന നടനെ മാത്രമല്ല, തമിഴ് ബോക്സ് ഓഫീസ് കൂടെയാണ്. തമിഴ് സിനിമയ്ക്ക് ഇനി വരാനിരിക്കുന്ന മാസങ്ങൾ പ്രതീക്ഷയുള്ളതാണ്. സൂപ്പർ സ്റ്റാറിന്റെ വേട്ടയാൻ, ഉലകനായകന്റെ ഇന്ത്യൻ 2, ദളപതിയുടെ ഗോഡ്, ധനുഷിന്റെ രായൻ, അങ്ങനെ റിലീസ് ചെയ്യാനുള്ള പടങ്ങളുടെ ലിസ്റ്റ് നീളുകയാണ്. ഇറങ്ങാനിരിക്കുന്ന സിനിമകളൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അത് 2024 തുടക്കത്തിൽ നേരിട്ട കുറ്റപ്പെടുത്തലുകൾക്കും ചോദ്യങ്ങൾക്കുമുള്ള തമിഴ് സിനിമയുടെ ഉത്തരമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം തമിഴ് സിനിമയുടെ നല്ല കാലത്തിനായി.